17 വൈകുന്നേരം 4 മണി. ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘം അന്നൂസ് റോഷൻ എന്ന 21-കാരനെ കൊടുവള്ളിയിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. കാരണമെന്തെന്നറിയാതെ മാതാപിതാക്കൾ പകച്ചുനിന്ന നിമിഷം. പിന്നീട് നെഞ്ചിടിപ്പിന്റെ 5 നാൾ. കൊട്ടേഷൻ സംഘത്തിനെ കണ്ടെത്തുന്നതിനായി താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാറിലും ബൈക്കിലുമായാണ് സംഘം വീട്ടിലെത്തിയതെന്ന് മനസ്സിലാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 2ാം നാൾ കൊടുവള്ളി സ്വദേശി കല്ലിൽ മുഹമ്മദ് ഷാഫിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്നൂസിനെ തട്ടിക്കൊണ്ടുപോയ സംഘം ഒരാഴ്ച മുൻപ് വീടിന് സമീപത്തെത്തിയപ്പോൾ ഷാഫി കൂടെയുണ്ടായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യവും പുറത്തുവന്നു. സഹോദരൻ അജ്മൽ റോഷൻ വിദേശത്ത് വെച്ച് നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. അജ്മൽ റോഷൻ പലരിൽ നിന്നായി പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഈ തുക തിരികെ ചോദിച്ച് നേരത്തെ പലരും കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു. ഈ തർക്കം നിലനിൽക്കവെയാണ് അന്നൂസിനെ തട്ടിക്കൊണ്ടുപോയത്. മറ്റു പ്രതികൾക്കായി പോലീസ് കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേരുടെ ഫോട്ടോകളാണ് പോലീസ് പുറത്തുവിട്ടത്. പ്രതികൾ ഉപയോഗിച്ച വാഹനങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അറിയിക്കണമെന്നും നോട്ടീസിലുണ്ടായിരുന്നു. അതിനിടെ ഇന്ന് കൊട്ടേഷൻ സംഘം സഞ്ചരിച്ച ബൈക്കിന്റെയും കാറിന്റെയും RC ഓണർമാർ അറസ്റ്റിലായി. ഇവർക്ക് തട്ടിക്കൊണ്ടുപോകലിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇരുവരും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവർ വാടകയ്ക്ക് നൽകിയ വാഹനങ്ങളാണ് തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചത്. കൂടുതൽ അറസ്റ്റ് ഉണ്ടായതോടെ സംഭവത്തിന്റെ 5ാം ദിവസം പ്രതികൾ അന്നൂസിനെ മലപ്പുറം കൊണ്ടോട്ടിയിലെത്തിച്ചു. മൈസൂരിലെ രഹസ്യ കേന്ദ്രത്തിൽ ഒളിപ്പിച്ചിരുന്ന യുവാവിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചുവെന്ന് മനസ്സിലായതോടെ പ്രതികൾ അന്നൂസ് റോഷനെ കേരളത്തിലേക്ക് ടാക്സി കയറ്റി വിടുകയായിരുന്നു. അന്നൂസ് റോഷനെ രഹസ്യമായിട്ട് മൈസൂരിൽ സൂക്ഷിച്ചു. പോലീസ് സംഘം അവിടെ എത്തി. പ്രതികൾക്കെതിരെയുള്ള ലുക്കൌട്ട് സർക്കുലറും മറ്റ് നോട്ടീസുകളും അവിടെ ഹോട്ടലുകൾ റിസോർട്ടുകളിലൊക്കെ പോലീസ് സർക്കുലേറ്റ് ചെയ്തിരുന്നു. പ്രതികൾ പിടിയിലാവുമെന്ന അവസ്ഥ വന്നപ്പം അവർ കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ നോക്കി. പ്രതികൾ പോലീസിൻ്റെ സാന്നിധ്യം അറിഞ്ഞു പാലക്കാട് ഇറങ്ങി. തുടർന്ന് വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് അന്നൂസ് റോഷനെ ഞങ്ങളിപ്പോൾ മോചിപ്പിച്ചത്. ഇതൊരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. നേരിട്ടും അല്ലാതെയും ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2 കേസുകളിലായിട്ട് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. ആരും തന്നെ ഉപദ്രവിച്ചില്ലെന്നും 6 പേരാണ് തട്ടിക്കൊണ്ടുപോകുമ്പോൾ സംഘത്തിൽ ഉണ്ടായിരുന്നതെന്നും അന്നൂസ് റോഷൻ വ്യക്തമാക്കി. എല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, പുറത്ത് വിടണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടൊന്നും പറഞ്ഞ് ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പരിചയമില്ലാത്തവരാണ് 6 പേരുണ്ട്. ഞാൻ ഉറങ്ങുമ്പോഴായിരുന്നു അവരിറങ്ങിപ്പോയി. ടാക്സി ഡ്രൈവർക്ക് പങ്കില്ല, അവർക്കൊന്നും അറിയില്ല. ഫോണിൽ ആരും യൂസ് ചെയ്തില്ലേനു, ഫോണ് അവരും യൂസ് ചെയ്തില്ലേനു. നിങ്ങളോട് സഹകരിച്ച എല്ലാവരോടും, നാട്ടുകാർ, ആക്ഷൻ കമ്മിറ്റി, അവരോടൊക്കെ നമുക്ക് വളരെ ബഹുമാനവും ആദരവുമാണുള്ളത്. എല്ലാവർക്കും നന്ദി. അന്നൂസിനെ കണ്ടെത്തിയെങ്കിലും കേസിലെ ദുരൂഹതകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. സാമ്പത്തിക ഇടപാട് മാത്രമാണോ ഈ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? അന്നൂസിന്റെ സഹോദരൻ അജ്മൽ റോഷൻ ഇപ്പോഴും എവിടെയാണ്? ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മാത്രമല്ല, യഥാർത്ഥ പ്രതികളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വിനോദ് മൊറാഴയ്ക്കൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.